പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരൻ തൂങ്ങിമരിച്ച സംഭവത്തിലാണ് കടുത്ത പ്രതിഷേധവുമായി അതിന്റെ സഹപാഠികൾ വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നത്. മുദ്രാവാക്യം മുഴക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടി വേണം എന്നതാണ് ആവശ്യം. അധ്യാപകർക്കെതിരെ അന്വേഷിച്ച് നടപടി ഉണ്ടാകുമെന്നാണ് പ്രധാന അധ്യാപികയുടെ പ്രതികരണം. സംഭവത്തിൽ DO റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നടപടിയെടുക്കും പറയാം, അത് അന്വേഷിച്ച് നമുക്ക് നടപടിയെടുക്കാം. അതിലൊരു തർക്കമില്ല. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എടുക്കും തന്നെ പറഞ്ഞു. അന്വേഷിക്കണ്ടേ? ഒരു സാധനം ഇതിനെതിരെ നടപടി എടുക്കുന്നത് വരെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. ഗോകുൽ VS ആണ് വിവരങ്ങളുമായി ചേർന്നത്. ഗോകുൽ, വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, അതിന്റെ കാരണങ്ങൾ തേടുകയാണ്. വലിയ വിദ്യാർത്ഥി പ്രതിഷേധമാണ്, അത് സ്വാഭാവികവുമാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഗോകുൽ, ഗോകുൽ, സ്കൂളിൽ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ പ്രതിഷേധത്തിന് ശമനം വന്നിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളൊന്നും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ ഈ മുറിയിൽ ഇവിടെയുള്ള സ്റ്റാഫ് റൂമിൽ അധ്യാപകരും അതോടൊപ്പം തന്നെ മറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളൊക്കെ കൂടിയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട ചർച്ച ഈ അധ്യാപകരും അതോടൊപ്പം തന്നെ പ്രധാനാധ്യാപികയും മാനേജ്മെൻറ്റ് പ്രതിനിധികളും അടക്കമുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ അവർ ആവശ്യപ്പെടുന്നത് ഈ ടീച്ചർക്കെതിരെ, ഈ വിഷയത്തിൽ ആരോപണ വിധേയയായ ആശയ ടീച്ചർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. എന്താണ് ടീച്ചറിനെ രാജിവെക്കുക? ക്ലാസ്സിൽ എന്തൊക്കെയോ ടീച്ചർമാരെന്തോ പറഞ്ഞു കൊണ്ടാണ് പറയുന്നത്. ടീച്ചേഴ്സ് ശല്യം എന്തൊക്കെയോ എന്നാണ് പറയുന്നത്. അവൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കൗൺസിലിങ് അങ്ങനെയൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ്റെ കുട്ടികൾ, അവൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ക്ലാസ്സിൽ വെച്ചിട്ട് അവനെ എന്തോ പറഞ്ഞ് അങ്ങനെ അവനെ മാത്രം ടാർഗറ്റ് ചെയ്ത് തല്ലുന്ന എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ടീച്ചർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഒന്നടങ്കം തന്നെ ആവശ്യപ്പെടുന്നത്. ഈ മുറിക്കുള്ളിൽ ഇപ്പോൾ അധ്യാപകരും അതോടൊപ്പം തന്നെ മറ്റ് മാനേജ്മെൻറ്റ് പ്രതിനിധികളും പോലീസും ഒക്കെ അടക്കമുള്ള പൊതുയോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിലൊക്കെ തന്നെ ഈ വിഷയത്തിലെ നടപടിയും ഇത് സംബന്ധിച്ച കാര്യങ്ങളും എല്ലാമാണ് ചർച്ചയായി വരിക. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാം ഉണ്ട്. ഓരോരുത്തർക്കും പറയാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇവിടെയുള്ള പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു യോഗം നടക്കുന്നത്. ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഈ ഒരു ചർച്ച അവിടെ നടക്കുന്നത്. ഇപ്പോൾ DYSP അടക്കമുള്ളവർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ വിഷയങ്ങൾ, വിവിധ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. DYSP സ്കൂളിലെത്തി കുട്ടികളുമായി സംസാരിക്കുകയാണ്. ശരി, വിദ്യാർത്ഥിയുടെ മരണത്തിലാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇപ്പോൾ കണ്ണാടിയിൽ സ്കൂളിലേക്ക് DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നു.